ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ? ഇന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ ഫീസ്റ്റാണ്. നമുക്കറിയാം തിരുനാൾ ദിവസമാണ്. CMC കോൺഗ്രിഗേഷൻ നമുക്ക് പ്രത്യേകം ഓർക്കാം. ചാവറ പിതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പിതാവിൻ്റെ പേരുള്ളവരെ നാമധാരികളെ അവർ പ്രത്യേകം അനുമോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഈ ടോക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ രാവിലെ തന്നെ ടോക്ക് എടുത്ത് വെച്ചിട്ടാണ്. ഇന്ന് നമുക്ക് അട്ടപ്പാടിയിൽ നമ്മുടെ PDM മോണസ്ട്രിയിലെ അടുത്ത ബാച്ച് 4ാമത്തെ ബാച്ചിൻ്റെ വെസ്റ്റീഷന് ആദ്യവ്രതമാണ്. ആ ശുശ്രൂഷകളെല്ലാം നന്നായിട്ട് നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രാർത്ഥനകൾക്ക് എല്ലാത്തിനും പ്രത്യേകമായിട്ട് നന്ദി. പിന്നെ വിശേഷം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവനും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. നമ്മുടെ ഈ മിനിസ്ട്രിയിലെ നമ്മുടെ സഹശുശ്രൂഷകർ, സഹയോദ്ധാക്കൾ, മിനിസ്റ്റേഴ്സാണ് നിങ്ങൾ. കാരണം ഈ വീഡിയോ മുഴുവൻ ലോകത്തിൻ്റെ ഏറ്റവും വചനം കണ്ടെന്ന് ചെല്ലാത്ത കോണുകളിൽ പോലും ഈ വചനത്തെ എത്തിക്കാൻ നമ്മുടെ കടമയാണെങ്കിൽ ബൈബിൾ വചനം അത് ചെയ്യാനുള്ളവരാണ് നിങ്ങൾ. എനിക്കിതൊരു പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വചനം ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. വ്രതം എടുത്ത ബ്രദേഴ്സിനെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാ കൃപയിൽ ജീവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നിങ്ങളും അച്ഛന്മാരും സിസ്റ്റർമാരാകാക്കെ വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഒരു കടമയാണ്, ഉത്തരവാദിത്വത്തെക്കാൾ ഉപരി നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ ദൈവത്തിന് സ്തുതിയും മഹത്വം ആരാധനയും പുകഴ്ച എല്ലാം സമർപ്പിക്കുക നമ്മുടെ കടമയാണ് എന്ന് പറയുന്ന പോലെ ജോഷുവയുടെ പുസ്തകം 1:15 വചനം വെളിപ്പെടുത്തുന്നത് അങ്ങനെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് നൽകുന്ന ആ ദേശം അവർ ചെന്ന് കൈയടക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങളവരെ സഹായിക്കും. അതിനുശേഷം നിങ്ങൾ തിരിച്ച് വന്ന് ജോർദാനിക്കരുത് കർത്താവ് എല്ലാ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അവിടെ നിങ്ങൾ താമസിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഇസ്രായേലിൽ പല ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങൾ അപ്പോൾ കർത്താവ് ഓരോ ദേശം മോശ ജോഷുവ ഒക്കെ വഴി ഓരോരുത്തർ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെയും ഇനി അനേകർക്കും സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ജോർദാൻ അക്കരെ കടന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പല ഗോത്രങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ദൈവം കൊടുക്കാൻ തരിക. അപ്പോൾ പറയുകയാണ് ഈ കിട്ടിയവരെന്നാണെന്നറിയോ, സെക്യൂർ ആയവർ. ഇപ്പം ഞാൻ ഓർക്കാണ്, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഫാമിലികളൊക്കെ നമ്മളൊന്ന് വിദേശത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റിൽഡ് ആയി നമ്മൾ ഫിനാൻഷ്യൽ ഓക്കെ ആയാൽ പിന്നെ അവർ ചെയ്യുന്ന കാര്യം എന്താ അറിയുമോ, കൂടപ്പിറപ്പുകളെ വേറെ അക്കരയ്ക്ക് എത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് ഞാൻ പറഞ്ഞു, സഹായിച്ചവരെ സഹായിക്കാൻ മറക്കരുത്. നമ്മളെ പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ചില വ്യക്തികൾ പറഞ്ഞത്, ഉണ്ടായിരുന്ന പൈസ അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ചില ആൾക്കാർ പുറത്തേക്കൊക്കെ പോകാനൊക്കെ കൊടുത്തു, പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം പോലും ഇല്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം ഞാൻ ചിലപ്പോൾ നമ്മളെ ഒരു കാലത്ത് സഹായിച്ച വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ അപ്പനെ, നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ പണ്ട് സഹായിച്ച വ്യക്തികളെ നമ്മൾ അവരെയൊക്കെ ഒന്ന് ഓർക്കണം. നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചില്ലെങ്കിൽ ഇപ്പം നന്ദിയോടെ ഒന്ന് ഓർക്കുക, ഒന്ന് സംസാരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക അല്ലേ. ഇവിടെ നോക്കിയേ എന്ത് രസകരമായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തന്നതുപോലെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് ആശ്വാസം തന്നിട്ടില്ലേ. ആശ്വാസം കിട്ടാതെ വിഷമിക്കരുത്, ദൈവം തരും കേട്ടോ. തന്നതുപോലെ അവർക്കും അതെന്താ, നിങ്ങൾ സഹോദരന്മാർക്ക് ആശ്വാസം കൊടുക്കുന്നതോടെ വരെ കിട്ടുന്നവർ വരെ പിന്നെ അവർ ചെന്നിട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശമുണ്ട്, അതവർ ചെന്ന് കൈ അടക്കണം. അതവർ തന്നെ ചെയ്യേണ്ടതാണ്. അത് ചെയ്ത് അടക്കുന്നവരെ നിങ്ങളൊന്ന് സഹായിച്ചുകൊണ്ടിരിക്കണം. ചില ആൾക്കാരും മരിക്കുന്നതോടെ വരെ സഹായം സ്വീകരിക്കുന്നവരുണ്ട്, അത് വേണ്ട. എനിവേ നല്ലൊരു വചനമാണ് കേട്ടോ. ഓരോ വചനവും നമ്മൾ ആത്മശോധന ചെയ്യണം അല്ലേ. പ്രത്യേകം എന്തൊക്കെ ജീവിക്കണം, നമുക്ക് ജീവിച്ച സ്വർഗത്തിലേക്ക് അങ്ങോട്ട് അതാണ് നമ്മുടെ സ്വർഗീയ പാത. ജനങ്ങൾക്ക് നടക്കാനുള്ള പാത നമ്മൾ അങ്ങോട്ട് ക്ലിയർ ആക്കാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വചനം, കർത്താവ് സഹോദരന്മാർക്ക് എനിക്ക് ഒരുപോലെ ജീവിക്കാൻ കൃപ നൽകണമേ. കർത്താവ് നൂറ്റാണ്ടുകൾക്ക് ശേഷം വചനം കേൾക്കുന്നവർക്കും ജീവിക്കാൻ കൃപ കൊടുക്കണമേ. കുടുംബങ്ങളെ വ്യക്തികളെ പ്രത്യേകം ആശീർവദിക്കുന്നു. വിശുദ്ധ ചാവറ പിതാവിൻ്റെ പ്രത്യേകം ഒരു മധ്യസ്ഥം ഞങ്ങളെല്ലാവരും മേലുണ്ടാകട്ടെ. കർത്താവ് സുവിശേഷ ബലിയിൽ പൗലോസ്ലീഹ പറയുന്ന എൻ്റെ കർത്താവ് ശുശ്രൂഷകരായ ഓരോരുത്തരും ഞാൻ ഓർക്കാണ്. ഈ ഒരു ആശീർവാദം ഏതെങ്കിലും വിധത്തിൽ ഈ വീഡിയോ ടോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അനേകർക്ക് അയച്ചു കൊടുക്കുന്നവർ, പറയുന്നവർ ഓരോരുത്തരും ബ്ലെസ് ചെയ്യുന്നു. എൻ്റെ കർത്താവ് എനിക്ക് ആ ഈ ആശീർവാദം ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഇവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണം. മരിക്കുന്നവരവർക്ക് ശുശ്രൂഷ ചെയ്യാൻ കൃപ കൊടുക്കണം. കർത്താവ് ഇവരുടെ ആവശ്യങ്ങളിൽ ഇടപെടണം. ഈശോയുടെ നാമത്തെ എല്ലാ തടസ്സങ്ങളെ പൈശാചിത്യത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോകണം.
കൃപ നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ എല്ലാ നിയമങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.